അയ്യോ അയ്യോ, എന്റെ മേനോ ചേട്ടാ, നമുക്ക് ഈ ഗതി വന്നല്ലോ. എടോ നമ്പ്യാരെ, ഞാനാണോ ഇതിലൊക്കെ കാരണക്കാരൻ? എന്റെ കള്ളക്കടത്തുകാരോട് അതും ഇതൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ ഞാനും കുടുങ്ങിയില്ലേ? 5 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോഴേ താൻ തനിയെ കയറി തൂങ്ങിയതല്ലേ, അനുഭവിച്ചോ? ആ പോണു പറട്ട നമ്പ്യാരെ. ചവിട്ടത്തോളം ഞാൻ നാവ് നോക്കി ചവിട്ടത്തോളം കേട്ടോ. ചവിട്ടിപ്പൊടിച്ച് എല്ലാം കൂടി ഞാൻ ചവിട്ടി പൊടിച്ചുകളെ. ചവിട്ടിയാൽ നട്ടല് ചവിട്ടി ഒടിച്ച് മുഖം നിരത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കും. ഓഹോ, നിന്റെ തല ഞാൻ മുട്ടയടിച്ച് അവന്റെ തല പോലെ ആക്കി നിലത്തെ തുരുട്ടി വച്ചുകൊടി ഞാൻ കളിക്കും. പഠിച്ചിട്ട് മുള കരച്ച് ഇങ്ങോട്ട് വളരെ നിർത്തണം. നീ അവര് ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. ഉള്ള സംഘത്തിൽ വരുമ്പോഴെങ്കിലും കുറച്ച് മാന്യമര്യാദയായിട്ട് പെരുമാറിക്കൂടെ? ആദ്യം രക്ഷപ്പെടാൻ നോക്ക്, പിന്നെ മാന്തിയ കൊരക്കെ എന്താണെന്ന് വെച്ചാ ചെയ്. വീട്ടിലെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു മനസമാധാനവും ഇല്ല. അമ്മാവനോടത്തെ വിശേഷങ്ങൾ വല്ലതും അറിയാവോ? പിന്നെ ഞാനും കൊള്ളക്കാരും കൂടി ഇങ്ങോട്ട് വരുന്ന വഴി പെമ്മക്കളുടെ വീട്ടിലേക്ക് കയറി വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കാപ്പൂടി കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അമ്മാവന്റെ അവസാനത്തെ തമാശ. പൊന്നു മേനോ ചേട്ടാ, ആ വൈരങ്ങൾ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ആ കാലമാണ് അവരോട് പറയേ. എനിക്ക് തല്ലുകൊള്ളാമോ? അയ്യേ ഓമനക്കുട്ടൻ അതുകൊണ്ട് മുങ്ങിയതായിരിക്കും. ഓമനക്കുട്ടൻ നമുക്ക് അവനെ തപ്പി യുവമാർക്ക് കൊടുത്താലോ? എന്തിനാ അവനെ തപ്പണത്? അവനിപ്പൊ സുഖിക്കുകയായിരിക്കും. അയ്യോ അയ്യോ, വൈദ്യരെ, മനുഷ്യ സ്നേഹമില്ലാത്ത മണിയം വൈദ്യരെ, എന്നെ ഒന്ന് മാന്തി പുറത്തെടുക്ക്. എവിടെ പോവാ മരുന്ന് കഴിക്കാതെ? ചൂരിലെടുക്കണോ ഞാൻ? കുടിക്ക്. ഇയാള് പേഷ്യന്റ് ആരാ? പേഷ്യന്റോ? ആ, അപ്പൊ ഇതല്ലേ വൈദ്യര്? വൈദ്യരോ? ഞാനാ ഇവിടുത്തെ വൈദ്യര്. ഇവനെ വൈദ്യശാലയിൽ മരുന്നടിക്കാൻ നിന്നിരുന്നവനാ. ഇപ്പോ മരുന്ന് അടിച്ചടിച്ച് ഇതുപോലെ ആയിപ്പോയി. പോട്ടെ. ഇതാണ് പെലെ. പെലെയോ? കേട്ടിട്ടില്ലേ? ഫുട്ബോൾ രാജാവ് പെലെ. ഇപ്പൊ ഗോൾ പോസ്റ്റിൽ തലയിടിച്ച് ഇതുപോലെ ആയിപ്പോയി. പെലെ ആയില്ല. എടാ കഷായ പണ്ടാരമേ, കുഴിച്ചിട്ട് വെള്ളമൊഴിക്കാൻ ഞാനെന്താണോ തെങ്ങിൻ തയ്യാണോ? ഇതാണ് ശിരോവസ്തി. തല വെസ്റ്റ് ചെയ്ത പേഷ്യന്റാ. സ്ഥാനം തെറ്റി അസ്ഥാനത്ത് മർദ്ദനമേറ്റതാ. ഇപ്പൊ മുഴു പ്രാന്താ. പ്രാന്ത് നിന്റെ തന്തയ്ക്കാടാ. എന്റെ കൈയും കാലും മണ്ണിന്റെ അടിയിലായി നിന്റെ ഭാഗ്യം. ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലടാ തെണ്ടി, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന്. മോനെ ഓമനക്കുട്ട, ഇപ്പൊ നിന്റെ തല പുറത്തുണ്ട്, ഞങ്ങളെയൊക്കെ കാണാം. ഇത് ശിരോവസ്തി. പോടാ, ഇനി നിന്റെ കാല് പുറത്താകും. ഞങ്ങളെ ഒന്നും കാണാൻ പറ്റൂല. അത് കാലോ അസ്ഥി. പുറത്തെടുക്കണോ? ആട്ടെ, താങ്കൾ എന്തിനാണാവോ വന്നത്? ഞാൻ സ്റ്റേറ്റ്സിൽ വന്നിട്ട് ഒരാഴ്ച. അവിടെ ആയുർവേദത്തിനും പ്രകൃതി ചികിത്സയ്ക്കും നല്ല മോപ്പ. അതുകൊണ്ട് ഞാൻ വൈദ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്ന. സന്തോഷം. അമേരിക്ക എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അത്തയം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായി. അതെ. അപ്പോ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല? ഇല്ല. ഒറ്റയ്ക്ക് തനിക്ക് ഇങ്ങോട്ട് ഓടിപ്പോരുമായിരുന്നല്ലേ? തൽക്കാലം പന്നിയുടെ വീട്ടിലെ ഭക്ഷണം അവിടെ തന്നെ ഇരിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നത് വരെ ഭക്ഷണം ഇവിടെ തൽക്കാലം നമുക്ക് കഴിക്കാം. എറണാകുളം 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 കോണ്ടസ്റ്റാ ക്ലാസിക്കിൽ ഒരു ലക്ഷറി ജേർണി. എറണാകുളം ബസ് കയറി വന്നാൽ മതി. ഇതും കൂടെ എടുത്ത് അകത്തിടഞ്ഞ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചു നോക്ക്. എറണാകുളം എറണാകുളം. ചാക്ക് കയറ്റുമോ? ചാക്കൊക്കെ കയറ്റുന്ന പുറയിൽ സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്ന് കയറിക്കോ. ആ ചാച്ചിയുടെ മടിയിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിയാ. എറണാകുളം 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 എറണാകുളം. അയ്യോ നോക്കടാ, യുദ്ധഭൂമിയിൽ യോദ്ധാവിന്റെ തല മാത്രം അറ്റുകിടക്കുന്നു. നമുക്കേ ചവറുകൂട്ടിയിൽ കത്തിക്കാം. പറമ്പില്ല പുകർത്താൻ പറയാതെ യോദ്ധാവിന്റെ ഉടല് മണ്ണിന്റെ അടി കൊണ്ടറാ. അയ്യോ നമുക്ക് പൊക്കിയെടുക്കാം. പിടിച്ചോ.
ഓമനക്കുട്ടന്റെ വീട് ഇത് തന്നെ ഞാൻ ഓമനക്കുട്ടൻ ചേട്ടന്റെ ഭാര്യ. നമ്മളാര്? നമ്പ്യാരുടെ മകൻ പ്രദീപ്. അയ്യോ സാറായിരുന്നു. അറിഞ്ഞില്ല കേട്ടാ. ഇരിക്കുന്നു. അയ്യോ ചേട്ടാ എപ്പോഴും പറയും കേട്ടാ ഭയങ്കര പാട്ടുകാരനാണെന്ന്. ഇനിയിപ്പോ സാറിന്റെ പാട്ടൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കേൾക്കാം. നമ്മൾ ടി വി കണ്ടിട്ട് പുതിയ ഫോൺ കളക്ഷൻ കിട്ടി 36, 16, 17. വാഷിംഗ് മെഷീൻ നാളെ വരുള്ളൂ. സാറിന് വിശ്വസിക്കാൻ വയ്യല്ലേ? സമയം നന്നാവുമ്പോ എല്ലാം നേരെയാവും. ചേട്ടന് ലോട്ടറി അടിച്ച് 50 ലക്ഷം രൂപയും കോണ്ടസാ കാറും. ഇപ്പോഴാ എല്ലാം മനസ്സിലായത്. ഓമനക്കുട്ടൻ അവിടെ? അയ്യോ അവിടെ വന്നില്ലായിരുന്നു. നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എന്തരോ സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പെയ്യതാണ്. കൂടെ കാറിന്റെ ഡ്രൈവറും ഉണ്ട്. എന്തരോ ഒരു നാഷണൽ ഹോട്ടലിൽ എവിടെയാണ് താമസിക്കണത്. സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞല്ലോ. എന്തൊരു സാറേ പ്രശ്നം? ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങാം. ഓമനക്കുട്ടൻ വന്നാലേ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വന്ന് കാണാൻ പറയാം. അയ്യോ സാർ നിക്കണേ, ഒന്നും വിചാരിക്കല്ലേ. എന്റെ ചേട്ടൻ എങ്ങനെ ആള്? മനസ്സിലായില്ല. അയ്യോ അതല്ല കാശും പണമൊക്കെ വന്നപ്പോ അവിടെ ഏയ് ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ പെണ്ണുങ്ങളുടെ മുഖത്തോളം നോക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉള്ളപ്പോ വേറെ പെണ്ണുങ്ങൾ മുഖത്ത് വെക്കേണ്ട കാര്യം എന്താ? മണിയനീച്ച് എന്താ ഇതൊക്കെ? എടാ ഗോപാല, എന്നെ ഒന്ന് രക്ഷിക്കടാ. എനിക്ക് പ്രാന്തില്ലടാ. എടാ വൈദ്യരോട് പറയണ ചങ്ങനെ ഒന്ന് അയച്ചു തരാൻ. പ്രാന്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കെട്ടിയിടോ? എത്ര ദിവസമായി ആഹാരം പോലില്ലാതെ ഞാൻ അലിയുന്നു. അവസാനം SI സാറാ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. എടാ കോപ്പെ, നിന്റെ ബുദ്ധി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോഴാണ്ടാ ഞാൻ ചങ്ങലയിലായത്. നമ്മൾ രോഗിയുടെ ആരാ? ഇയാളെന്റെ കാറിന്റെ ഡ്രൈവറാ. ഡാടാ അസുഖം എങ്ങനെയുണ്ട് വൈദ്യരെ? ഒന്നും പറയാറായിട്ടില്ല. മൂത്ത അവസ്ഥയിലാ. ശിരവും വസ്യസ്ത്രയും അഷ്ടാംഗ ഹൃദയം പ്രതികടയും സ്തുനയും. സ്തുനയുടെ അസുഖ? അതെ. എന്ത് സ്തുനയെങ്കിലും ആയിക്കോട്ടെ, സാവധാനം ചികിത്സിച്ചാ മതി. അഴിച്ചു വിട്ടേക്കരുത്, ഭയങ്കര ശല്യ. അസുഖം മാറാൻ 6 മാസമെങ്കിലും ആവൂലേ? എടാ പരമദ്രോഹി, എന്നെ വിളിച്ചോടാ. അല്ലല്ല എവനെ വിളിച്ച. ഇതാ അസുഖം. മാന്യന്മാരെ കയറി തെറി വിളിക്കുക. കിട്ടിയ സമയത്തിന് നീ എന്റെ കാല് വാരിയല്ല. മിണ്ടാതെ അടങ്ങി ഒതുങ്ങൂടെ കഴിഞ്ഞോണം. എങ്ങനെയെങ്കിലും ഇച്ചിരി കാശുണ്ടാക്കി ഞാൻ നാട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടെ. അതുവരെ വൈദ്യർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി വെക്കരുത്. പോട്ടെ വൈദ്യരെ, എന്റെ ഡ്രൈവറെ എത്ര കാലം ചികിത്സിച്ചാലും അതിന്റെ പണം ഞാൻ തന്നെ തന്നേക്കാം. പോട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ ഡ്രൈവർ അല്ലേടാ. എനിക്ക് പ്രാന്താണല്ലേ. എടോ വൈദ്യം കൂടാപ്പി എന്നെ നയിച്ചു വിടണോ? അയ്യോ എന്റെ സാറന്മാരെ, ഞാൻ കേൾക്കുന്ന സത്യമാണോ? എന്റെ ചേട്ടന് ഭ്രാന്ത് പിടിച്ചാ? അയ്യോ കണക്കില്ലാതെ സ്വത്ത് വന്നപ്പോ കണ്ണുകെട്ടുപോയി. ഞാനേ പറഞ്ഞാണ് കടുകുമുളകും ചുറ്റിയിടാൻ. സമയം കേട്ടില്ല. അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യ. എല്ലാം നേരെയാവും. ഞാൻ അയാൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാനെങ്ങനെ എനിക്ക് ഭർത്താവായിട്ട് ഇവിടെ കയറി പോകാതെ ആ വൈദ്യുതി എന്ന് പറയും. അത് എളുപ്പം മാറ്റി തരും ഭ്രാന്ത്. അബു, യെസ് സർ. ഒരു ഭ്രാന്തന്റെ ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലായില്ല. അല്പം കൂടി മാന്യമായിട്ട് പെരുമാറും. ശരി സാർ. അബു സാർ എടുക്കട്ടെ. മാന്യത മാന്യത. ഓ മാന്യത. സോറി സാർ. സഹോദരി ഒന്ന് പുറത്തേക്ക് വന്നാലോ പ്ലീസ്. അന്നാ വരട്ടെ. അയ്യോ കൊല നടക്കുന്നേ. ഓടുവാ ഓടുവാ. എവിടെ? കൊല നടക്കുന്നേ, കൊല നടക്കുന്നേ, കൊല നടക്കുന്നേ, കൊല നടക്കുന്നേ, കൊല നടക്കുന്നേ. അയ്യടക്കണ സാറേ, ഞാൻ പറയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ ചടങ്ങോ? അങ്ങനെ സഞ്ചാരി അങ്ങനെ മരിച്ചുപോയി. സത്യം പറയാം. അങ്ങനെ ഇവിടെ പ്രാന്താശുപത്രിയാ. എന്തോടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത് തന്നെ എനിക്ക് വണ്ടി എടുക്കാം. അയ്യോ ഇതെന്നെ ചേട്ടൻ ചേട്ടാ. എന്നാൽ ഈ ഗതി വന്നല്ലോ. അയ്യോ ചേട്ടാ. അയ്യോ സഹിക്കുന്നില്ലേ ചേട്ടാ. കണ്ടോട്ടാണ് കണ്ടോട്ടാണ്. ഭാര്യ വന്തനെ എനിക്കൊരു കുഴപ്പമില്ലടി. ചേട്ടൻ ആരെങ്കിലും ഉത്തരവിച്ചാ? എന്നെ വട്ടനാക്കി ഫുട്ബോൾ കെട്ടുന്ന പോലെ തട്ടിയടി. അയ്യോ എന്റെ ആറ്റും പറ്റി. അമ്മച്ചിയെ പിന്നെ വിളിക്കാം. നീ ചങ്ങല ഒന്ന് അഴിച്ചു താടി. എവിടെ കെട്ടിക്കുന്നു? നീ നോക്ക്. നീ കളിയൊന്ന് നോക്കി. മുതലാളി ഉള്ളത്. ഒരു മാസത്തേക്ക് പുറത്തു വിടില്ല. പിന്നെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്.
അയ്യോ മുതലാളി കുട്ടി മറക്കണ്ട പറയാമല്ലോ സാറേ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഈ അവസ്ഥയിൽ ഓമനക്കുട്ടൻ സഹായിച്ചാൽ മാത്രമേ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റൂ. എന്ത് വേണോ സാറ് പറഞ്ഞാൽ മതി, ഞാൻ തയ്യാറാണ്. നമുക്ക് അവരുടെ അടുക്കിലേക്ക് പോകാം. ഞാനും വരാം. വേണ്ട, വന്ദന എന്റെ വീട്ടിലേക്ക് പൊക്കോളൂ. ഞങ്ങൾ ഉടനെ എത്തുമെന്ന് അമ്മയോട് പറയണം. എനിക്ക് അത്യാവശ്യം കരാട്ടയും കുൻഫും ഒക്കെ അറിയാം. വേണേ ഞാൻ കൂടെ വരാം. വേണ്ട, താൻ കാറും കൊണ്ട് ശ്മശാനത്തിന്റെ അവിടെ കാത്തു നിന്നാൽ മതി. നേരം വെളുത്തിട്ട് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അവിടെ വരണം. ആരുടെയും കണ്ണിപ്പെടാതെ നോക്കിക്കോണം. അത് ഞാൻ ഏറ്റു സാർ. അല്ലെങ്കിലും അത്ര പെട്ടെന്ന് എന്റെ ബോഡി ആരുടെയും കണ്ണിൽ പെടില്ലല്ലോ. തപ്പി നോക്കിയിട്ടാണ് ഞാൻ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓമനക്കുട്ടൻ വരൂ. ചേട്ടാ അയ്യോ, കൊറേ വിളിച്ചല്ലോ. ജയിച്ചിട്ട് വരി. ജയിച്ചിട്ട് വരാം. എന്തിന്? മിടുക്കൻ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഞാനാണ് ഓമനക്കുട്ടൻ. പൈരങ്ങൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വാക്ക് പാലിച്ചു. ഇനി എല്ലാവരും വിട്ടയക്കണം. എവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ താമസിച്ചിരുന്ന വാടക വീടിന്റെ മച്ചിന്റെ മുകളില്. പക്ഷെ ഇപ്പൊ അതൊരു പോലീസ് സ്റ്റേഷനാ. അതെടുക്കാൻ വേണ്ടിയുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. നിങ്ങൾക്ക് വേണേ അത് അവിടെ ചെന്നെടുക്കാം. പോലീസിൽ കൊടുക്കാൻ വേണ്ടി നീ ഞങ്ങളെ കബളിപ്പിക്കുകയാണല്ലേ? അയ്യോ അല്ല, ഓമനക്കുട്ടൻ പറയുന്നത് സത്യമാണ്. ഞങ്ങളെ വിശ്വസിക്കണം. ഏത് നഗരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നാലും മാൻഡ്രാക്ക് അത് കണ്ടുപിടിക്കും. അതെന്റെ കൈവശമെത്തുന്നവരെ ഒരുത്തനും ഇവിടെ നിന്ന് പുറത്തു പോകില്ല. സർ, ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് നമുക്കത് കൈകലാക്കിയാലോ? ഇനി കാര്യങ്ങൾ നീക്കേണ്ട ബുദ്ധിപൂർവമായിരിക്കണം. പോലീസിന്റെ ശ്രദ്ധത്തിരിക്കുന്ന രീതിയിൽ സ്റ്റേഷൻ അതിർത്തിയിൽ വലിയ പ്രശ്നമുണ്ടാക്കണം. ആ വാർത്ത കേൾക്കുമ്പോൾ മുഴുവൻ പോലീസും അങ്ങോട്ട് പായണം. ഇവിടെ അടുത്തുള്ള സ്കൂൾ ഏതാ? സെന്റ് മേരി. വെരി ഗുഡ്. നാളെ രാവിലെ കുട്ടികളുമായി പുറപ്പെടുന്ന സ്കൂൾ വാനിൽ ബോംബ് വെക്കണം. ഇതെല്ലാം പറഞ്ഞതുപോലെ. യെസ് ബോസ്. എടാ പരമദ്രോഹികളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബ് വെച്ച് കൊല്ലാടാ. നീ ഒന്നും ഗതി പിടിക്കില്ലടാ. ഗുഡ് ബൈ ടു എവരിബഡി. ഏറിയാൽ 1 മണിക്കൂർ. ഇനി നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. അപ്പൊ സാറ് ഒന്ന് വരുമോ? എടോ പിള്ളേ, നിങ്ങൾ വൈരാഗ്യം മറന്ന് സഹകരിക്കാൻ മനസ്സ് കാണിച്ചാൽ നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. എങ്ങനെയാ മേനോ ചേട്ടാ? നമ്പ്യാർ കസേര നീക്കി വന്നാൽ തന്റെ കെട്ടഴിക്കാൻ പറ്റുമല്ലോ. തന്റെ കെട്ടഴിച്ചാൽ ഞങ്ങളുടെയും കെട്ടഴിക്കാമല്ലോ. നമ്പ്യാരെ, നമ്പ്യാരെ, എളുപ്പം അങ്ങനെ അയച്ചു വിട് സാറേ. ഇപ്പൊ ഇത് പൊട്ടുമെന്നറിയില്ല സാറേ. എല്ലാരും കൂടെ എന്നെ കുത്തുവാൾ എടുപ്പിച്ചില്ലേ? അവന്മാരുടെ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് എനിക്ക് ആ വൈരങ്ങൾ എടുക്കണം. പിള്ള പോവുക. കണ്ണെന്തിനു കാണിക്കരുത്, ഞങ്ങളുടെ കെട്ടഴിച്ചതാടോ. ഒരു കാര്യം ചെയ്യേ, എല്ലാരും കൂടെ ദേ ഇതിവിടെ കണ്ടോണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ അയ്യോ എടാ ദ്രോഹി, എന്റെ ദൈവമേ. നിങ്ങൾ സ്കൂൾ ബസ്സിന്റെ കാര്യം നോക്ക്. ആ പാവ കുഞ്ഞിനെ രക്ഷിക്കേ. ബാക്കി ഞങ്ങൾ അയച്ചോളാം. നീ കിട്ടോ? പോ. മുതലാളി, ഞാൻ ഫ്രീ ആയി. ഇതെന്തിനാ? സുരക്ഷയ്ക്ക്
ബോംബോ ഈ പിശാചി എന്തിനാ ആ മുട്ടക്കിട്ട് 2 അടി കൊടുക്കണം, ആ പിള്ളക്ക് 4 എണ്ണോ. വന്നാട്ടെ. ബോംബെ 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 ബോംബെയോ? ബോംബെ അല്ല സാർ, ബോംബ്. അയ്യോ, ഇവിടെ? അയ്യോ, ഇവിടെ അല്ല സാർ, പിന്നെ എവിടെ? ബസ്സില്, ഏത് സ്കൂളിൽ? സെന്റ് മേരീസ് സ്കൂൾ ബസ്സില്. താൻ പറയുന്നത് സത്യമാണോ? സത്യമാണ് സാർ. സംശയമുണ്ടെങ്കിൽ ബോധ്യമാകുന്നവരെ എന്നെ ഈ ലോക്കപ്പിൽ വെച്ചോ. അത് മതിയ എങ്കിലും അതിനകത്ത് തട്ട്. എന്നെ കബളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലടാ. അത് കഥാ ഞാൻ തരില്ല, ഞാൻ തരില്ല. അതും തരാണോ? അയ്യോ, എന്നെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ? എവിടെയാണ് വൈരകൾ? എനിക്കറിയില്ല. അയ്യോ അയ്യോ, എവിടെയാണ് വൈരകൾ? സാർ, ഒരു അന്തർദേശീയ കുറ്റവാളിയാണ് സാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ. പക്ഷേ പ്രശ്നം തീർന്നില്ലല്ലോ. ഒരുത്തനെ കൂടി എനിക്ക് അകത്താക്കാനുണ്ട്. പറയൂ, ആരുടെ കയ്യിലാ വൈരമുള്ളത്? ഇയാളുടെ കയ്യില് സാർ,
വൈരസഞ്ചി ഞാൻ ഇവിടുന്ന് എടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷെ അത് മുഴുവൻ കരികൽ കൃഷ്ണകളായിരുന്നു. സാറേ വൈരമെടുത്ത് മാറ്റിയിട്ട് ഇവൻ മനഃപൂർവ്വം കരികിൽ ഇട്ടതാണ്. അയ്യോ സാറേ, ഇവന്റെ ചങ്ങക്കേട്ടക്ക് രണ്ടിനി കൊടുത്താൽ സത്യം പറയും. ഒന്ന് പോരാ. അപ്പോൾ രണ്ടുപേർക്കും വൈരം എവിടെയാണെന്ന് അറിയില്ല. ഇല്ല. സത്യം അറിയാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോ യെസ് സർ, ആ ഇടിക്കട്ടെ എടുത്തേ. അയ്യോ വേണ്ട സാറേ. വൈരങ്ങൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അത് പറഞ്ഞു തരണമെങ്കിൽ എന്റെ ഒരു കണ്ടീഷൻ അച്ഛനും പിള്ള സാറും അംഗീകരിക്കണം. എന്റെയും പ്രിയയുടെയും വിവാഹം നിങ്ങൾ നടത്തി തരണം. സാധ്യമല്ല. ഒട്ടും സാധ്യമല്ല. എങ്കിൽ വൈരങ്ങൾ എവിടെയുണ്ടെന്ന് പറയാനും സാധ്യമല്ല. ഇടിക്കട്ടെ എടുത്തോളൂ സാർ. അപ്പോ യെസ് സർ. വേണ്ട സാർ, വേണ്ട സാർ. പിള്ളേച്ചന് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാ. നമ്പ്യാർക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചല്ലോ. അതെ. അപ്പോ ഇടിക്കട്ടെ വേണ്ട. ഇനി ഞാനൊരു സത്യം പറയാം. വൈരങ്ങൾ ഞാൻ തന്നെയാണ് മാറ്റിവെച്ചത്. ഇതെവിടെ ഉണ്ടെന്നുള്ള വിവരം പ്രദീപ് എനിക്ക് തന്നിരുന്നു. സർക്കാരിൽ നിന്നും പ്രദീപിന് ഒരു പാരിതോഷികം കിട്ടും. താങ്ക് യു സാർ. അയ്യോ അപ്പൊ ഇത്ര ഇടിയുണ്ടെന്ന് എനിക്കൊന്നുമില്ലേ സാർ? എനിക്കൊന്നും ഈ പ്രതിഭ. ഈ ബാധയോ? എന്ത് ബാധ? ഇതൊക്കെ നമ്മുടെ അന്ധവിശ്വാസങ്ങളല്ലേ. മനസ്സിന്റെ ഓരോ തോന്നലുകള്. സംഭവിക്കാനുള്ളതെല്ലാം കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇതൊരു ഗ്രഹപ്പഴയാണെന്ന് തോന്നിയത് വെറും അന്ധവിശ്വാസമായിരുന്നല്ലേ? സംശയം എന്താ? എന്നാല് ഇത് എവന്റെ ഷോക്കേസിൽ ഇരിക്കട്ടെ.